ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കാത്തു കാത്ത് നമ്മുടെ രൂപയ്ക്കൊരു അവസരം കിട്ടിയതായിരുന്നു തൻ്റെ ചന്ദ്രേട്ടനെ വീട്ടിലേക്കൊന്ന് കൊണ്ടുവരാനായിട്ട്. ചന്ദ്രേട്ടൻ വീട്ടിൽ കയറി വന്നു കഴിഞ്ഞപ്പോഴോ ചന്ദ്രേട്ടന് പിന്നാലെ ദേ ഓരോരുത്തരായിട്ട് കയറി വരുന്നു. എന്തായാലും മഹാസൗഭാഗ്യവതിയായിട്ട് നമ്മുടെ രൂപ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആദ്യം ഭർത്താവ് വന്നു, പിന്നാലെ മരുമകൾ വന്നു, പിന്നാലെ ബഗാസുരൻ കയറി വന്നു. ഇനിയിപ്പോൾ പുറകെ വേറെ ആരെങ്കിലും വരുമോയെന്നും അറിയില്ല. എന്തായാലും രാഹുൽ കയറി വന്നു കഴിഞ്ഞപ്പം വന്ന് കയറിയതും നമ്മുടെ യാമിനിക്കിട്ടാണ് പണി കൊടുക്കാൻ നോക്കിയത്. പക്ഷേ യാമിനിയെ തൻ്റെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് രൂപ കട്ടയ്ക്ക് ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് രാഹുലിന് മനസ്സിലായി രൂപയ്ക്ക് എന്തൊക്കെയോ മാറ്റം വന്നിട്ടുണ്ട്, കൂടുതൽ ഇനിയൊന്നും സംസാരിച്ചാൽ ശരിയാവില്ല എന്നുള്ള കാര്യങ്ങൾ. അങ്ങനെ ഏട്ടൻ എന്തിനാ ഏത് നേരവും യാമിനിയോട് ചൂടാകുന്നത്, അതുപോലെ തന്നെ യാമിനി ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ പറ്റില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ രൂപ പറഞ്ഞു. പിന്നെ രൂപയാണെങ്കിൽ ഇയാളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചന്ദ്രേട്ടനെ, അതായത് CS ഒന്നും ചെയ്യേണ്ടെന്നും അയാൾ എന്തിനാണ് നമ്മൾ ഉപദ്രവിക്കുന്നത്, അയാളുടെ പിന്നാലെ നമ്മൾ എന്തിനാണ് പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പം നിനക്കെന്താ ഇപ്പോൾ പറ്റിയത്, ഇപ്പം എന്താ നിനക്കൊരു മാറ്റം സംഭവിച്ചത്, നീ തന്നെയല്ലേ പറഞ്ഞത് അവൻ ജീവിച്ചിരിക്കാൻ പാടില്ല എന്നൊക്കെ. അതൊക്കെ ഞാൻ അന്ന് പറഞ്ഞു, പക്ഷേ എനിക്ക് പേടിയുണ്ടേട്ടാ എന്നും പറഞ്ഞു നമ്മുടെ രൂപ ഇങ്ങനെ ഇയാളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവനെ ഞാൻ വെറുതെ വിടില്ലെന്നും അവൻ ജീവിച്ചിരിക്കുന്നത് തനിക്ക് ആപത്താണെന്നും പറഞ്ഞുകൊണ്ട് ബഗാസുരൻ പറയാം. അങ്ങനെ അവനെ കൊന്നു തള്ളുമെന്നും പറഞ്ഞുകൊണ്ട് ഇവൻ്റെ ഈ വർത്തമാനമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രൂപയ്ക്ക് രക്തം തിളച്ചു വരുവാണ്. രൂപ ഭയങ്കരമായിട്ട് അങ്ങനെ ദേഷ്യം വന്നിട്ട് അതെല്ലാം കടിച്ച് പിടിച്ചിങ്ങനെ നിൽക്കുക. ഇവൻ്റെ മുന്നിൽ അങ്ങനെ പ്രകടിപ്പിക്കാൻ കഴിയത്തില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഏട്ടൻ ഇപ്പോൾ എന്തിനാ വന്നത് എന്ന് ദേഷ്യത്തോടെ ചോദിച്ചു. നീ എന്താ രൂപ ഒരു ദേഷ്യത്തോടു കൂടി സംസാരിക്കുന്നത്, എന്താ ഞാൻ വന്നത് നിനക്ക് ഇഷ്ടമായില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇഷ്ടമില്ലാത്തത് കൊണ്ടൊന്നും അല്ല ഏട്ടനിങ്ങനെ അവരില്ലാതെ ആദ്യമായിട്ടാണല്ലോ പെട്ടെന്ന് ഇങ്ങനെ ഓടിക്കയറി വരുന്നത്, കുറച്ച് നാളായില്ലേ ഇവിടുന്ന് പോയിട്ട്, അതുകൊണ്ട് ചോദിച്ചതാണെന്നും പറഞ്ഞ് രൂപ ഇങ്ങനെ ഇഷ്ടമല്ലാത്ത രീതിയിൽ നിൽക്കുമ്പോൾ ഇന്ന് എനിക്ക് ഇവിടെ വന്ന് നിൽക്കണമെന്ന് തോന്നി, ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഞാൻ പോകുന്നുള്ളൂ എന്നൊക്കെ പറയുക. അപ്പോൾ അതൊക്കെ കേട്ട് രൂപ ഇങ്ങനെ വല്ലാണ്ടായി നിൽക്കുന്നു. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, വരുന്ന വഴിക്ക് തന്നെയാണ് അവരെ വീട്ടിൽ ഇറക്കി വിട്ടിട്ട് ഇങ്ങ് പോകുന്നത്, അതുകൊണ്ട് ഞാനൊന്നും കഴിച്ചില്ല, എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ എടുത്ത് വയ്ക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ യാമിനിയോട് പറയാം, ഏട്ടൻ ഫ്രഷായിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇയാളെ പറഞ്ഞു വിടാൻ തുടങ്ങുക. അപ്പോഴേക്കും ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ഇരുന്നോളാം എന്നും അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴേ നമ്മുടെ രൂപ നേരെ അടുക്കളയിലേക്ക് ചെന്നു. യാമിനിയോട് പറഞ്ഞു, യാമിനി അയാൾക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അയാൾ പോകുന്നില്ലേ മാഡം, അയാൾ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണി മോളും അതുപോലെ തന്നെ CS സാറും എന്ത് ചെയ്യും, അവരെ എങ്ങനെ ഇവിടുന്ന് പുറത്ത് പറഞ്ഞു വിടണ്ടേ, എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്കറിയില്ല യാമിനി ഇനി എന്ത് ചെയ്യണമെന്ന്, ഈ ദുഷ്ടൻ ഇനി ഇവിടെ നിന്നും ഉടനെ പോകുമെന്ന് തോന്നുന്നില്ല, ചന്ദ്രേട്ടനെ എങ്ങനെയൊന്ന് പുറത്തിറക്കുന്നതെന്ന് എനിക്ക് അറിയില്ലെന്നും പറഞ്ഞുകൊണ്ട് രൂപ ഭയങ്കരമായിട്ട് ഇങ്ങനെ നിന്ന് ടെൻഷൻ അടിക്കുന്നു. ഈ സമയത്ത് മേഡം ടെൻഷൻ അടിക്കേണ്ട, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയാം. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അയാൾക്കരികിലേക്ക് ചെല്ലട്ടെ, അല്ലെങ്കിൽ അയാൾ എവിതിലേ ചെന്ന് കയറുന്നതെന്നൊന്നും പറയാൻ പറ്റില്ലെന്നും പറഞ്ഞ് രൂപ അങ്ങ് പോന്നു കഴിഞ്ഞപ്പോൾ ഇയാൾ കൈ കഴുകാൻ പോകുന്നു. ഇയാൾ കൈ കഴുകാൻ പോയ സമയത്തിന് നമ്മുടെ കല്യാണി അവിടെ തൊട്ടടുത്ത് റൂമിലാണല്ലോ നിന്ന്. പെട്ടെന്ന് തന്നെ കല്യാണി എങ്ങനെ പുറത്തിറങ്ങുമെന്നുള്ളൊരു ഇതിൽ നിൽക്കുക. അപ്പോഴത്തേക്ക് രൂപ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നോക്കുക. അപ്പോൾ രൂപയുടെ മുഖത്തെ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ബഗാസുരൻ ചോദിച്ചു, എന്താ രൂപ നിനക്ക് പറ്റിയത്, നിൻ്റെ മുഖത്തെന്താ വല്ലാത്തൊരു ടെൻഷനെന്ന് ചോദിച്ചു. ഒന്നുമില്ല ഏട്ടാ, ഞാൻ ഇങ്ങനെ വീട് നോക്കാൻ ആരൊക്കെയോ വരുമെന്ന് പറഞ്ഞു, അവരൊന്നും കാണാത്തതിൻ്റെ ആ ഒരു ഇതാണ് എന്നൊക്കെ പറയുകയാണേ. അപ്പോഴേക്കും അതുകൊണ്ടും കൂടെ തന്നെയാണ് ഞാനിങ്ങോട്ട് വരാമെന്ന് വെച്ചത്, എല്ലാ കാര്യങ്ങളും നീ ഒറ്റയ്ക്ക് ഡീൽ ചെയ്താലേ ശരിയാവില്ല, നിന്നെ പറ്റിച്ചോണ്ട് പോകും ഓരോരുത്തർ, അതുകൊണ്ടാണ് ഞാൻ വരാമെന്ന് വെച്ചതെന്നൊക്കെ പറയുമ്പം നിന്നേക്കാളും വലിയ പറ്റീരുകാരൊന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ലടാ എന്നും മനസ്സിൽ നമ്മുടെ രൂപ ഇങ്ങനെ പറയാം. ഈ സമയത്ത് നമ്മുടെ യാമിനി ഇവന് വയറ് നിറച്ച് കഴിക്കാനുള്ള ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നിന്നെ ഞാൻ കഴിപ്പിക്കാവിടെ ബഗാസുര, ഇന്ന് ഈ കറി കഴിക്കുന്നതോടുകൂടി നീ കുറച്ച് നേരത്തേക്ക് നീ കിടന്ന് നക്ഷത്രം എണ്ണും, നിന്നെ ഞാൻ നക്ഷത്രം എണ്ണിക്കും, കുറച്ച് മണിക്കൂറുകൾ നിൻ്റെ ഇന്ന് പോക്കാടാ, നിന്നെ ഞാൻ ശരിയാക്കി തരാവടാ എന്നും പറഞ്ഞുകൊണ്ടാട്ടാ യാമിനി അവിടെ നിന്ന് കറി ഉണ്ടാക്കുന്നത്. അങ്ങനെ യാമിനി കറി ഉണ്ടാക്കി ഇവൻ്റെ അടപ്പ് തെറിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു. എന്തായാലും ഭക്ഷണം കഴിക്കാനായിട്ട് യാമിനി ഇത് കൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിലേക്ക് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇയാളോട് വന്നിരുന്ന് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇയാൾ കൈ കഴുകാൻ പോയ പോക്കിന് നമ്മുടെ കല്യാണി എന്ത് ചെയ്തു, വേഗം ഒന്ന് ചാടി പുറത്തിറങ്ങിയിട്ട് വരാന്തയിൽ ചെന്നിങ്ങനെ നിൽക്കുക. അപ്പോൾ വരാന്തയിൽ ചെന്നിറങ്ങി പോകാനായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ നിന്നപ്പോഴത്തേക്കും ഈ ബഗാസുരൻ കല്യാണിയെ കണ്ടു കഴിഞ്ഞപ്പോൾ നീ എന്തിനാ ഇവിടെ എന്നും ചോദിച്ചുകൊണ്ട് ഭയങ്കര ഷൗട്ട് ചെയ്ത് അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒന്നും അറിയാത്തതുപോലെ തന്നെ യാമിനിയും രൂപയും അങ്ങോട്ട് വന്നു. പിടിക്കപ്പെട്ടു അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള പേടിയിൽ ഇവർ നിൽക്കുക. അപ്പോഴേക്കും കല്യാണി ആരാ പൊന്നുമോള്, ഈ ബഗാസുരനെ വിറ്റ കാശ് കല്യാണിയുടെ പോക്കറ്റിൽ കിടക്കല്ലേ. കല്യാണി അന്നേരത്തേക്കും ഞാനിവിടെ വന്നത് എന്തിനാണെന്ന് അറിയാൻ തനിക്ക് എന്താ അവകാശം, തന്നോട് എനിക്കത് പറയേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു.
നിന്നെ ഒന്നും കാണണ്ടെന്ന രൂപ പറഞ്ഞിട്ടുള്ളതല്ലേ, പിന്നെ എന്തിനാ നീയൊക്കെ വലിഞ്ഞു കയറി ഇങ്ങോട്ട് വരുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഈ ബകാസുരൻ ദേഷ്യപ്പെട്ടപ്പോൾ അമ്മയ്ക്ക് ഞങ്ങളെ കാണണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ, ഞങ്ങൾക്ക് അമ്മയെ കാണാം, അതിനുവേണ്ടി ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ വീട്ടിൽ കടന്നു വരാം, അല്ലാതെ നിങ്ങളെപ്പോലെ വലിഞ്ഞു കയറി വരുന്നതൊന്നും അല്ലെന്നൊക്കെ പറഞ്ഞൊരു ഇങ്ങനെ പറയുമ്പം എടി നിന്നെ ഞാൻ തൊട്ടു പോകരുത് തന്നെ, ദേ നിങ്ങളെപ്പോലെ ചതിയും വഞ്ചനയുമായിട്ട് നടക്കുന്നവനൊന്നും എൻ്റെ ദേഹത്ത് കൈവെക്കരുതെന്നും പറഞ്ഞുകൊണ്ട് രൂപയുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞു. അപ്പോഴേക്ക് രൂപ അവിടെ നിന്നൊന്നും മിണ്ടാതെന്ന് ചിരിക്കുക കേട്ടോ. കേട്ടില്ല രൂപ ഇവിളീ പറയുന്നതെന്നൊക്കെ ചോദിച്ചു. നിന്നോട് ആരാ ഇപ്പം ഇങ്ങോട്ട് വരാൻ പറഞ്ഞതെന്നും ചോദിച്ചുകൊണ്ട് കല്യാണിയോട് അന്നേരം രൂപ പറഞ്ഞു, അമ്മേ ഈ നിൽക്കുന്ന അയാളെ അമ്മ സൂക്ഷിച്ചോ, ഇയാൾ അമ്മയുടെ ജീവൻ എടുക്കാൻ വന്നവനാ, ഇവനെ ഒരിക്കലും അമ്മ വിശ്വസിക്കരുതെന്നൊക്കെ കല്യാണി ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ ചേട്ടനെ എനിക്കറിയാമെന്ന് രൂപ അന്നേരം പറഞ്ഞു. അതിന് നിൻ്റെ ഒന്നും സർട്ടിഫിക്കറ്റ് വേണ്ടെന്ന്. അങ്ങനെ ഇയാളുടെ മുന്നിൽ നിന്നുകൊണ്ട് ബകാസുരനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ രൂപ സംസാരിക്കും. ഇപ്പം എങ്ങനെ ഇരിക്കുന്നടി എന്ന് ബകാസുരൻ കല്യാണിയോട് ചോദിച്ചപ്പോൾ അമ്മയെ പറയുന്നതൊക്കെ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ്, അതറിഞ്ഞു കഴിയുമ്പോൾ അമ്മയുടെ അഭിപ്രായം മാറ്റിക്കോളും, പിന്നെ ഞാൻ എല്ലാവരെയും കൊല്ലുമെന്ന് നിന്നോട് ആരാടി പറഞ്ഞതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ഈ കല്യാണിയോട് ദേഷ്യപ്പെടുമോ ഈ പറയണ രാഹുൽ. അപ്പം എല്ലാവരും നിങ്ങളെ ബകാസുരൻ തന്നെയല്ലേ വിളിക്കുന്നത്, അപ്പം പിന്നെ നിങ്ങൾ അത്രയ്ക്കും നല്ലവനാണെങ്കിൽ നിങ്ങൾക്ക് ആ പേരിട്ട് തരില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ കല്യാണി പറഞ്ഞു. അങ്ങനെ കല്യാണി ഇയാൾക്ക് മുന്നിൽ ചേർത്ത് നിൽക്കുക. അപ്പോൾ കല്യാണി പറഞ്ഞു, അമ്മേ ഇയാൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടൊക്കെ വന്നത്, അമ്മയ്ക്കൊരു താക്കീത് തരാനായിട്ട്, അമ്മേ ഇയാളെ സൂക്ഷിച്ചോളണം, ഇയാൾ ഈ വീട്ടിൽ നിൽക്കുന്ന ഓരോ നിമിഷവും അമ്മയ്ക്കത് ദോഷമായി വരുമെന്നും പറഞ്ഞുകൊണ്ട് കല്യാണി അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. മേലിൽ ഈ പടി ചവിട്ടി പോയേക്കരുതെന്നൊക്കെ കല്യാണിയോട് നേരത്തേക്കും എൻ്റെ ഏട്ടനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മേലിൽ ഈ പടി ചവിട്ടി പോയേക്കരുതെന്നൊക്കെ കല്യാണിയോട് നമ്മുടെ രൂപ ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഞാനിനി വരുന്നൊന്നുമില്ല, പക്ഷേ അമ്മയോട് ഞാൻ പറയാനുള്ള കാര്യം പറഞ്ഞിട്ട് പോകാനാണ് വന്നത്, അത് പറഞ്ഞു, ഇനി എന്ത് വേണമെന്ന് അമ്മയുടെ ഇഷ്ടമെന്നും പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞിട്ട് നമ്മുടെ കല്യാണി അങ്ങ് പോയി. കല്യാണി അതും പറഞ്ഞു പോയി കഴിഞ്ഞപ്പോഴേക്കും ഇവളെയൊക്കെ എന്തിനാ ഇങ്ങോട്ട് കയറ്റുന്നത് രൂപേ, ഇവളെയൊക്കെ ശരിക്കും കൊന്നു കളയുക വേണ്ടതെന്ന് പറയുമ്പോൾ ഏട്ടൻ എല്ലാവരെയും ഓടി തുറന്ന് കൊല്ലാനാണ് അറിയുകയുള്ളൂ എന്ന് ചോദിച്ചു രൂപ. എല്ലാവരെയും കൊന്നിട്ട് ഏട്ടൻ എങ്ങോട്ട് പോകും, സ്വന്തം മകളുടെയും ഭാര്യയുടെയും ഭാവി എന്താണെന്നോ ജീവിതം എന്താണെന്നോ ഏട്ടൻ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സരയു മനുവിൻ്റെ കൂടെ പോയാൽ എന്താകുമെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അയ്യോ മനുവിൻ്റെ കൂടെ പോയാൽ മകളുടെ കാര്യം കട്ട പോകുമെന്ന് അറിയാവുന്നത് കൊണ്ട് പിന്നെ രാഹുലൊന്നും മിണ്ടിയില്ല. അങ്ങനെ രാഹുൽ അവിടെ നിൽക്കുന്നു. ഈ സമയത്ത് ഫുഡ് കഴിക്കാനായിട്ട് യാമിനി പറഞ്ഞപ്പോൾ ഇപ്പം എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് ഞാനൊന്ന് ഫ്രഷായിട്ട് വരാമെന്ന് പറഞ്ഞ് ഇയാൾ അങ്ങനെ പോകാൻ തുടങ്ങും. ഇയാൾ നേരെ റൂമിലേക്ക് കയറി പോകാൻ തുടങ്ങിയപ്പോൾ രൂപ പറഞ്ഞു, എന്താ ഏട്ടാ ഇതാ, അങ്ങനെയൊന്നും വേണ്ട, കഴിച്ചിട്ട് പോ, എന്തായാലും ഇനിയിപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് തണുത്തു പോകും, അപ്പോൾ പിന്നെ കഴിക്കാനും പറ്റില്ല, ഏട്ടൻ ഇത് കഴിച്ചേ വാ ഏട്ടാ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് രൂപ പിടിച്ചിരുത്തി കഴിപ്പിക്കുന്നു. അങ്ങനെ യാമിനി കൊടുത്ത പണി അറിയാതെ ബകാസുരനിരുന്ന് ഭക്ഷണം വയറ് നിറച്ച് കഴിക്കുക. എന്തായാലും അവൻ്റെ എട്ടപ്പാട് തീർന്നിട്ടേ അവനിന്ന് അവിടെ നിന്ന് പോവത്തുള്ളൂ. അങ്ങനെ നമ്മുടെ ബകാസുരൻ ഈ യാമിനി ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണമൊക്കെ വയറ് നിറച്ച് അങ്ങനെ കഴിച്ച് ഇനിയിപ്പോൾ സമാധാനമായിട്ട് മുറിയിൽ പോയിരിക്കാമല്ലോ എന്ന് വിചാരിച്ച് നേരെ മുറിയിലേക്ക് പോകുന്നു. അയ്യോ അയാൾ പോണ മുറിയിലല്ലേ നമ്മുടെ സാറ് നിൽക്കുന്നത്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവർ വെപ്രാളം കൂട്ടുന്നു. അപ്പോൾ പേടിക്കേണ്ട, ചന്ദ്രേട്ടൻ നോക്കിക്കോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപ ഇങ്ങനെ യാമിനിയോട് പറയുക. അങ്ങനെ ഈ ബകാസുരൻ ചെന്ന് ചന്ദ്രേട്ടനുള്ള മുറിയിൽ തന്നെ ചെന്നു കേട്ടോ. ചെന്നിട്ട് ബാഗൊക്കെ വെച്ചു, അതിനുശേഷം ഷർട്ടൊക്കെ അവിടെ ഊരിയിട്ടു അങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെ പലതും ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. ഈ സമയത്ത് ജനലിൻ്റെ മറവിൽ നമ്മുടെ CS ഇങ്ങനെ നിൽക്കുകയല്ലേ. CS അന്നേരം ഈ ജനലിൻ്റെ ഈ കർട്ടൻ മാറ്റി ഇവനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇപ്പം തരം കിട്ടി ഇവനെ കുത്തി കൊല്ലാമെന്നുള്ള കലിയിൽ അദ്ദേഹം നിൽക്കുന്നത്. അങ്ങനെ ബകാസുരൻ അവിടെ ഇരിക്കുക. പക്ഷേ ഇങ്ങനെ ഒരു മുറിയിൽ രണ്ടുപേരും ഒരു കർട്ടൻ്റെ മറവിൽ നിൽക്കുക, പക്ഷെ കാണുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ബകാസുരൻ്റെ വയറിന് വൈക്ലബ്യങ്ങൾ തുടങ്ങി. അങ്ങനെ തോന്നി കഴിഞ്ഞപ്പോഴേക്കും ബാത്റൂമിലേക്ക് ഇതെന്താ എൻ്റെ വയറിന് പറ്റിയെന്ന് പറഞ്ഞ് ബാത്റൂമിലേക്ക് ഇറങ്ങി ഓടുക. ഇയാൾ ബാത്റൂമിലേക്ക് പോയ നേരത്തെ നമ്മുടെ ചന്ദ്രേട്ടൻ പുറത്തിറങ്ങിയിട്ട് താഴേക്ക് വന്നു. അപ്പോഴേക്കും രൂപയ്ക്ക് സമാധാനം. അയാൾ ചന്ദ്രേട്ടനെ കണ്ടോന്ന് ചോദിച്ചപ്പോൾ കണ്ടിട്ടില്ല, ദേ അവൻ ബാത്റൂമിലേക്ക് ഓടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെ ഞാൻ കൊടുത്ത പണിയാണെന്ന് അന്നേരം നമ്മുടെ യാമിനി പറയാം. എന്തായാലും ചന്ദ്രേട്ടൻ ഇനി ഇവിടെ നിൽക്കേണ്ട, ചന്ദ്രേട്ടൻ പൊയ്ക്കോളാൻ പറഞ്ഞു രൂപ. ആഗ്രഹിച്ച് തന്നോടൊപ്പം ഒന്ന് കുറച്ച് സമയം ഇരിക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ ബാധകളെല്ലാം കൂടെ കയറി വന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ സാരമില്ല ചന്ദ്രേട്ടാ, ഇനിയും സമയമുണ്ടല്ലോ, ചന്ദ്രേട്ടൻ ഇപ്പോൾ ചെല്ല്, അയാളെങ്ങാനും കണ്ട ആകെ പ്രശ്നമാകും, ചന്ദ്രേട്ടൻ ചെല്ല് ചന്ദ്രേട്ടാന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രേട്ടനെ നിർബന്ധിച്ച് രൂപ പറഞ്ഞു വിടുക. അപ്പോൾ യാമിനി അതുപോലെ തന്നെ പറഞ്ഞു, ശരിയാ സാറേ, ഇനിയും സാറിന് വരാനൊക്കെ അവസരം ഉണ്ടല്ലോ, സാർ ചെല്ലാൻ പറഞ്ഞു യാമിനിയും പറഞ്ഞു. അങ്ങനെ ഇവർ പറഞ്ഞു വിടുന്നു ചന്ദ്രേട്ടനെ. അപ്പോൾ നീ സൂക്ഷിക്കണം, അവൻ്റെ മേലെ എപ്പോഴും ഒരു കണ്ണ് വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം അയാളെ ഞാൻ അധിക ദിവസമൊന്നും ഇവിടെ നിർത്തത്തില്ല സാറേ, അവനെ ഓടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് നമ്മുടെ യാമിനിയും പറഞ്ഞു. യാമിനിയുടെ വിശ്വാസത്തിൽ അല്ലെങ്കിൽ യാമിനി പറഞ്ഞ ഉറപ്പിൽ ചന്ദ്രേട്ടൻ അവിടെ നിന്ന് പോവുക. അപ്പോൾ എന്തോ ഭാഗ്യം കൊണ്ടാണ് അവൻ കാണാതിരുന്നതെന്നുള്ള കാര്യം രൂപ അന്നേരം അവിടെ നിന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബകാസുരൻ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി വന്നു, ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നു.
എന്ത് പറ്റിയെന്ന് ഓർത്ത് വയറും തിരുമ്മി ഇങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും ദേ വരുന്നു വൈക്ലഭ്യം. പിന്നെ ഓടി. അങ്ങനെ ബഗാസുരൻ്റെ കാര്യത്തിൽ ഏകദേശമൊക്കെ ഒരു തീരുമാനം ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് CS വേഗം അവിടെ നിന്ന് പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ബഗാസുരൻ ഇറങ്ങി വന്നു. യാമിനിയോട് ഒച്ചെടുക്കും. നീ എന്താടി എനിക്ക് കലക്കി തന്നതെന്ന് ചോദിച്ചു. കലക്കി തരികയെ? കലക്കി തരുന്നതും കൊടുക്കുന്നതൊക്കെ നിങ്ങളുടെ പരിപാടി. ദേ ആവശ്യമില്ലാത്ത അനാവശ്യം പറയരുതെന്ന് പറഞ്ഞ് യാമിനി ഒച്ചയെടുത്തു. യാമിനി ഒച്ചയെടുത്ത് കഴിഞ്ഞപ്പോൾ ഈ എന്താ ഏട്ടാ എന്ന് രൂപ ചോദിച്ചു. ഇവള് കഴിക്കാൻ തന്ന ഭക്ഷണത്തിൽ എന്തോ കലക്കി എനിക്ക് തന്നു, എൻ്റെ വയറിന് അത്ര സുഖമില്ല എന്ന് പറഞ്ഞു. യാമിനി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് രൂപയും പറഞ്ഞു. പിന്നെ അങ്ങോട്ട് യാമിനിയുടെ കളിയായിരുന്നു. കളിത്തട്ടിൽ കിടന്ന് യാമിനി നിറഞ്ഞാടി. എന്തായാലും അത്തരത്തിലേക്കുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.